വെൽക്കം ബാക്ക് ടു അനദർ ഗെറ്റ് ടുഗദർ. അപ്പോൾ ഇന്ന് ഉമ്മാരെ വീട്ടിൽ നിന്നുള്ള ഗെറ്റ് ടുഗദറാണ്. ഇന്നലെ വാപ്പാരെ വീട്ടാണെങ്കിൽ ഇന്ന് ഉമ്മാരെ വീട്. ഞങ്ങൾ ഉമ്മാരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നടന്നു തന്നെ പോകണം, അടുത്തായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇന്നും ലാസ്റ്റാണ്. നമുക്ക് പോവാം. അങ്ങനെ ഞാൻ ഇതാ നടന്നു പോകുന്നു. ലാസ്റ്റ് ഞങ്ങൾ അത് ഞാൻ കണ്ട്, അത് നമ്മൾ നേരത്തെ വെച്ച് ഇതിൻ്റെ അകത്ത് ഓരോ സ്പ്രേ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട് സർപ്രൈസ് ആവോ ഇല്ലേന്ന് നോക്കാം. സർപ്രൈസ് ആയ നല്ല പൊക്കം വെച്ചേ, സുഫിയ പൊക്കം വെച്ചേ, ഉമ്മ കുഞ്ഞായി പോയേ. എന്തിനാ ഓടിക്കണ? സുഫിയ എന്തോ അവിടെ നിന്ന് മാങ്ങ പറിക്കുന്നു. പേരൊക്കെ നിൽക്കണുണ്ട്, കുഞ്ഞു പേരൊക്കെ. അവരവിടെ മാങ്ങ പറിക്കട്ടെ, നമുക്ക് താഴെ ഇറങ്ങാം. ഹായ്, സ്പീഡിൽ കുത്തി എഡിറ്റ് ചെയ്തോണ്ട് ഞാനിവിടെ വീഡിയോ പിടിച്ചത്. ഇത്രയും മാങ്ങ കിട്ടി. 1 2 3 4 5 6 7 9 മാങ്ങ കിട്ടി. ഗൈസ്, നമ്മൾ കൊഞ്ച് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഹോട്ട് പോട്ടിന്. നമ്മളിപ്പോഴല്ല ഹോട്ട് പോട്ട്, കക്ക കിട്ടി ഗൈസ്. അപ്പൊ നമ്മൾ രാത്രിക്ക് വേണ്ടി കക്ക നമുക്ക് അതിലോട്ട് ഇടാം. ഹോട്ട് പോട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്, ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. എന്താണ് ഉണ്ടാക്കുന്നത്? ഇവിടെ ബിരിയാണി, അവിടെ ചിക്കൻ, ഇവിടെ ചിക്കൻ ഫ്രൈ. മഞ്ഞപ്പൊടി ഇട്ടിട്ടേ നമ്മളിവിടെ ചിക്കൻ ഫ്രൈ പൊരിച്ച് വെച്ച്. ഇവിടെ കുറച്ച് പൊരിയാൻ കിടക്കണം. നമ്മൾ പിള്ളേർ സെറ്റ് എല്ലാം കൂടെ ഇരുന്ന് യൂണോ കളിക്കാൻ വിചാരിച്ച് യൂണോ കളിച്ചോളി. നമ്മളിതാ തുറക്കണം.
തക്കാളി ഉണക്കിയ പുളിഞ്ചിക്ക് അച്ചാറാണേ. ഓക്കെ അല്ലേ എല്ലാരും? ഞാൻ സ്ഥലം കൊണ്ടുവന്നേരം ചിക്കൻ വേണോ? കറിയിലെ ചിക്കൻ തരട്ടാ? പപ്പടം കിട്ടില്ല. 8.5. ഞാൻ അങ്ങോട്ട് വരാം. വീട്ടിലെ തൂപ്പുകാരൻ, തുടപ്പുകാരൻ. നമ്മളൊക്കെ ഓരോ പണിയെടുക്കുന്ന ലാവണ്ടർ എഴുതണേ. എത്ര എടുക്കണം? ഇതായിപ്പോയി, കഷ്ടായിപ്പോയി. ഇവിടെ കിടക്കാൻ എടുക്കണമായിരുന്നു. ഇത് എന്റെ 5 എണ്ണം. അപ്പൊ നമ്മള് കളിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മള് ബൂസ്റ്റ് കളിച്ച കഴിഞ്ഞ് ഞാൻ തന്നെ ജയിച്ചു. നമ്മളത് കഴിഞ്ഞിട്ട് പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും അടുക്കളയിൽ കയറി. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചു. കുഞ്ഞാര സ്പെഷ്യൽ പാനിപ്പൂരിയാണ്. നമ്മളാദ്യം ഉരുളക്കിഴങ്ങ് ഉപ്പ് ഇട്ട് അവിക്കാൻ. ഓക്കെ, ഒരു മിക്സി ജാറില് നമ്മളെ ആപ്പിൾ മറ്റേ വെള്ളം വേണ്ടേ? ആപ്പിള് നമ്മൾ അരിഞ്ഞിടാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മള് വെള്ളത്തിൽ കുറച്ച് പുളി ഇട്ട് കൊടുക്കാം. നമ്മൾ പുളി വെള്ളത്തിന് വേണ്ടി. ഓക്കെ, എന്നിട്ട് നമ്മൾ പുളി ചൂടാക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ നമ്മളെ ആപ്പിള് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ശർക്കര നമ്മളത് തിളപ്പിച്ചെടുക്കും. കാരണം ഇത് ആപ്പിളിനും വേണം പുളിക്കും വേണം. ഓക്കെ, ഇത് തിളപ്പിച്ചെടുക്കാം. തികയാത്തത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ തട്ടണം. എന്നിട്ട് വെള്ളം അതവിടെ വെച്ച്, പുളി ഇവിടെ വെച്ച്, ഉരുളക്കിഴങ്ങ് ഇവിടെ വെച്ച്. അതാണ് ഗ്യാറ്റുണ്ട്. ഇത് നമ്മൾ അരച്ചെടുത്ത ആപ്പിളാണ്. നമ്മളെ പേരയ്ക്ക നമ്മൾ മുറിച്ചെടുക്കും. അത് കുഴപ്പമില്ല, അങ്ങനെ അരച്ചെടുത്താൽ. നമ്മൾ ആപ്പിളിൻ്റെ അതേ മിക്സി തന്നെ നമ്മൾ പേരയ്ക്ക ഇടുന്നു. തൊലിയും കൂടെ ഇടും, കളർ വരും. ഒന്നുതാ ഇനി തിന്നാന്നും മൂടില്ല. നല്ല മധുരമുള്ളൂ. നല്ല മധുരമുള്ള പേരയ്ക്ക. വേറെ കൊണ്ട് പേരയ്ക്ക ഞാൻ കഴിക്കൂല. ജ്യൂസ് അപ്പം ഇതിൽ കുറച്ച് വെള്ളം കൂടെ വെച്ച് പിന്നെയും ഇത് അരച്ചെടുക്കണം. ഇതെല്ലാം പുതിന ഇല ഇതിലൊഴിച്ച് മുന്തിരി എടുക്കുക.
ജ്യൂസായ നല്ല. പിന്നെ ഇത് നമ്മളെ പേരയ്ക്ക, വെള്ളം അടിച്ച് വീട്ടിൽ കൂടെയല്ലേ. ഇത് നമ്മളെ ആപ്പിൾ, ഇത് മുന്തിരി. നമ്മള് മുന്തിരി അത് തന്നെയാണ് നമ്മൾ മുന്തിരി ഇട്ടുള്ളത്. അതേ മുന്തിരി ഇട്ട് നമ്മൾ മുന്തിരി കൂടെ ഇതേപോലൊക്കെ അടിച്ചെടുക്കണം. കുഞ്ഞ ജ്യൂസ്. അപ്പൊ ഇതില് നമ്മള് വെള്ളം ഒഴിച്ച് ഇപ്പൊ നമ്മളെ സ്റ്റാർ ഫ്രൂട്ടും മാംഗോയൊക്കെ ഓടണുണ്ട്. നമ്മളെ സാധനം അരച്ചെടുത്ത്. ഓറഞ്ച് കുറച്ചേ കാണുള്ളേ. ഇത് അടിഞ്ഞില്ല കേട്ടാ. ഒരുപാട് അരിഞ്ഞ പൂരും അല്ലേ പീസ് കിടക്കണം അതേപോലെ അല്ലേ. പീസ് കിടപ്പുണ്ട്. ടേസ്റ്റ് വേണ്ടേ, ഫ്ലേവർ അല്ലേ വേണ്ടത്. പറഞ്ഞു ഇതിന്റെ കുരുവോ? നമുക്ക് ഇതിന്റെ കുരു കളയാം. ഒരു ഓറഞ്ചിന്റെ കുരു കളയാൻ എന്ത് പാടെന്നറിയാവോ? എളുപ്പമൊന്നുമില്ല. വലിക്കുന്ന പറഞ്ഞു മറവി ചേർക്കണം. കഴിക്കണം. നെക്സ്റ്റ് ഇത് പൈനാപ്പിളും വെള്ളവും. ഇനി അടുത്ത പൈനാപ്പിൾ ജ്യൂസ്. അപ്പം നമ്മളെ ആപ്പിളായി. ഇതാ എന്തിനാണ്? എന്തിനായിരുന്നു? പേരയ്ക്ക. പേരയ്ക്ക. ഇത് ഗ്രേപ്സ്. ഇനി അടുത്ത പൈനാപ്പിൾ. പൈനാപ്പിൾ അടിച്ചിട്ട് നമുക്ക് അതടിക്കണം. പൈനാപ്പിൾ ആണ് കഴിയത്. ഇനി അടുത്ത മാംഗോ ജ്യൂസാ. നമ്മളെ വീട്ടിൽ കാച്ച മാങ്ങയാണ്. അതെ, നമ്മൾ രാവിലെ പറിച്ചില്ലേ, അതാണ്. മാങ്ങയും സ്റ്റാർ ഫ്രൂട്ടും രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടും വീട്ടിൽ ഉള്ളത്. പുളിപ്പിന് വേണ്ടിയാണ് നമ്മൾ. ഇതിൽ വലിയ പുളിപ്പില്ല, അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് എടുത്തത്. ഇത് എന്തൊരു ജ്യൂസ്? പൈനാപ്പിൾ. പൈനാപ്പിൾ ആയതിനാൽ ഇത്ര വെള്ള കളർ ഇരിക്കണം. അപ്പൊ നമുക്ക് 1, 2, 3, 4, 5, 6 ജ്യൂസ് ഉണ്ട്. ഇത് നമുക്ക് പനിപ്പൂരിയുടെ കോഴിക്കാം. നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ വിളഞ്ഞ അങ്ങനെയാണ് ഞാൻ ഇതിട്ടത്. ഇതെന്തര്? ഇതെന്തര്? മുളക് പൊടി ഇട്ടത്. അല്ല, ഇതെന്തര് വെള്ളം? നേരത്തെ വെച്ച വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച്, എന്നിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടു. ഇതില് പറയുമ്പോ പുളിവെള്ളവും ശർക്കര വെള്ളം, അതും പിന്നെ കുറച്ച് മുളക്. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ചാണ് അത്. ആപ്പിളും ശർക്കരയും. നമ്മളെ ആപ്പിള് വെള്ളത്തില് നമ്മൾ ശർക്കരയും കൂടെ മെൽറ്റ് ചെയ്ത് അതും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് അത് കാണിച്ചത്. ജ്യൂസിലൊക്കെ ഉപ്പാ ഉപ്പിട്ടെടുക്കണം. അതാണ് ഇതിന്റെ മെയിൻ. നമ്മൾ കഴിക്കുന്നത് മധുരമായിരിക്കും. മധുരമല്ല, മാത്രമേ നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുന്നത് ടേസ്റ്റിന് കഴിക്കാൻ. നമുക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്കാം. പഞ്ചാര ഇടുന്നു. പഞ്ചാര ഇടൂല. പഞ്ചാര ഇട്ടാ അത് പോയി. ഉപ്പാണ് വേണ്ടത്. ഒരു നാരങ്ങ മുഴുവൻ ഇതിലിട്ടോ. അത് നാരങ്ങ മുഴുവൻ ഇതിലിട്ട് നമുക്ക് ഫ്ലേവർ വേണം. ഓക്കെ. ഇതിന് ശേഷം അടുത്ത ഇതിലോട്ട് നാരങ്ങ എല്ലാത്തിലും നമ്മൾ ഉപ്പ്. ഇതിപ്പോ പേരയ്ക്കാണ്. നമ്മൾ പേരയ്ക്കയിൽ മധുരമാണെങ്കിലും ഉപ്പിട്ട് കൊടുക്കണം. നല്ല ഉപ്പിട്ട് കൊടുക്കണം. ഓവർ ഉപ്പിടരുത്, കാരണം കഴിക്കും. നമുക്ക് ഒരു ഉപ്പ്. അതിനുശേഷം നമുക്ക് വീണ്ടും അരിഞ്ഞിട്ട് വീണ്ടും ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പല്ല, നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ചാറില്ല കേട്ടോ ഒട്ടും. എല്ലാത്തിലും ഒരു നാരങ്ങ മുഴുവൻ നാരങ്ങ പിഴിഞ്ഞ്
ഓക്കെ, ഇത് നമ്മൾ ഓറഞ്ച് ജ്യൂസാണ്. ഇതിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം, നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുകയും ചെയ്യണം. എല്ലാത്തിലും നമ്മൾ ചെയ്യണം, എല്ലാ ഫ്ലേവറിലും നമ്മൾ ഈ സാധനം ഫോളോ ചെയ്യണം. അതാണ് സീക്രട്ട്. ഉപ്പിട്ടെടുക്കാം. ഇനി ഒരു നാരങ്ങയും കൂടെ നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കാം. നാരങ്ങ കൂടെ പിഴിഞ്ഞ് നമ്മള് ഈ ഉണ്ടാക്കിയ നമ്മളെ ജ്യൂസിന് മുഴുവൻ ചാർട്ട് പൊടിയിടണം. സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസാണ്. മാങ്ങയും സ്റ്റാർ ഫ്രൂട്ട് ഉപ്പിടും, ഇതിനകത്ത് നമ്മൾ മുളക് പൊടി കൂടി ഇടും. ഇത് തന്നെ മാങ്ങ ആയതുകൊണ്ട് മുളക് പൊടി കൂടി ഇട്ടെടുക്കണം. വേണമെങ്കിൽ നമുക്കൊരു മുളക് അടിച്ചിടാം. നമുക്കിനി അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ഇത് പോകും. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ കട്ടിയും കൂടെ വേണം. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇതിലും നമ്മൾ എന്ത് ഇട്ടെടുക്കണം? ഉപ്പും നാരങ്ങ ഇട്ടോടും. ഉപ്പ്, നാരങ്ങ, മുളക് പൊടി. മുളക് പൊടി എല്ലാത്തിലിടും? ഇല്ല, ഇടത്തില്ല. മാങ്ങയിൽ മാത്രം. മാങ്ങയിൽ മാത്രം ഇടണം. കാരണം മാങ്ങ സ്പൈസി സോറായിരിക്കണം. അതുകൊണ്ട് നമ്മൾ സോർ വിത്ത് സ്പൈസിയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. സോ വേണമെങ്കിൽ നമുക്ക് ഇതിലൊക്കെ മുളക് പൊടി ഇടാം. പക്ഷേ ടേസ്റ്റ് ഇപ്പോൾ ഫ്ലേവർ ഇപ്പോൾ മുളക് പൊടിയുടെ ഫ്ലേവർ ഒന്നും ഇരിക്കുന്നില്ല. പക്ഷെ നമ്മൾ മാങ്ങയിൽ ഇടുമ്പോഴത്തേക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മൾ പക്ഷെ ഇപ്പം ഇട്ടാൽ കിട്ടൂല. ഓക്കെ, നമുക്കിതിലോട്ട് ശകല മുളക് അടുത്തടുത്ത് 12 രൂപ. നീ എടുത്തോ. മുട്ട കാണിച്ചിട്ടോടെ 1 രൂപ ആപ്പല്യം. ഓക്കെ. അയ്യോ, ഇതിലെന്തിനാ ഇട്ടപ്പം? ഉപ്പിട്ട് മുളക് പൊടി ഇട്ട്. ഇപ്പൊ കളർ മാറിയല്ലോ. ഇപ്പൊ എല്ലാത്തിനും ഒരേ കളറായി. ആ ചുവപ്പ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഏകദേശം. പക്ഷെ എല്ലാം വേറെ ഫ്ലേവർ ആയിരിക്കും. ചാട്ട് മസാല നമ്മൾ ഫ്ലേവർ എടുക്കുന്നത് നമ്മുടെ പാനിപ്പൂരിയുടെ. നമുക്ക് എല്ലാത്തിലും ചാട്ട് മസാല ഇട്ട് കൊടുക്കാവേ. നമ്മൾ പുളിവെള്ളത്തിലും ആപ്പിൾ വെള്ളത്തിലും നമ്മൾ ചാട്ട് മസാല ഇടില്ല. ഇപ്പം നമുക്ക് പാനിപ്പൂരിയുടെ ഒരു ഫ്ലേവർ വരും. എടുക്കുന്നുണ്ടോ? ഇതെന്താ ജ്യൂസ്? ഓറഞ്ച് ജ്യൂസ്, പൈനാപ്പിള്, മാങ്ങ, പച്ചമാങ്ങ. പിന്നെ ഇവിടെ തച്ചി പാനിപ്പൂരിയുടെ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മളിവിടെ സവാള കരിഞ്ഞു വെച്ച് നമ്മൾ ക്യാരറ്റ് ഇതിൽ കൂടായിട്ട് നമ്മൾ നേരത്തെ അവിച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക്. നമ്മൾ സാധാരണ എല്ലാവരും ഗെറ്റ് തുറക്കുമ്പോൾ ചിക്കനും മട്ടനൊക്കെ വെച്ച് വെജിറ്റബിൾ ഫിഷ് വെജിറ്റബിൾ തിന്നാണല്ലോ. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവാള, പിന്നെ മല്ലിയെല്ലാം കൂടെ ഇതിലിടും. എല്ലാം കൊണ്ടങ്ങ് വെക്കട്ടെ. ഓക്കെ, പണിയുണ്ട്. കുട്ടപ്പനായി പള്ളിയിലൊക്കെ പോയിട്ട് അപ്പൊ നമ്മള് ഉണ്ടാക്കണ എല്ലാ റെസിപ്പിയും കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, ഭയങ്കര എളുപ്പമാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് കഴിക്കാൻ വേണം.
ഇവിടെ നമ്മളെല്ലാം അടുക്കി വെച്ച് പൂരി പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ എല്ലാ ഇതും ഇനി ആ ഉരുളക്കിഴങ്ങും കൂടെ വരും. കുറച്ച് തട്ടി ഇപ്പുറത്ത് വെച്ചോളണം. അതേ തന്നെ ഒരു പ്രായത്തിൽ തട്ടിയത് സുബിയാൻ കിടന്ന് കുറച്ച് വെച്ചോളൂ. അടുത്ത ഇത് കുറച്ച് പേരയ്ക്ക, ഇത് ആപ്പിള്, ഇത് പൈനാപ്പിള്, അത് ഓറഞ്ച്, മാങ്ങ. എല്ലായിടത്തും കഴിക്കാം. എല്ലായിടത്തും നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരം റെസ്റ്റ്. ഇനി റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് ഇനി പോവാൻ. അപ്പം അതുവരെ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് യൂണോ കളിക്കാൻ വിചാരിച്ചു. അപ്പം പിന്നെ അപ്പം ഗൈസ് നമ്മളെ നൈറ്റ് കുക്കിംഗ് തുടങ്ങാറായി. ഇപ്പം എല്ലാം ഇവിടെ സെറ്റായി. എന്തൊരു പേരെന്തൊരു ഹോട്ട് പോട്ട് അപ്പം അത് റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് തുടങ്ങുന്നതായിരിക്കും. ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ഇവിടെ ഒരുത്തൻ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കും കാവലേക്ക്. ഇവിടെ പാത്രം വെച്ച് തീപ്പെട്ടി കാണിച്ചോ. പിന്നെ ഇത് കത്തിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. പിന്നെ അവിടെ മാഗി ഇടാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ച് തിന്നാൻ വേണ്ടി ഫോർക്ക് വെക്കാൻ പോവുകയാണ്. വെച്ച് നമ്മൾ വെളുത്തുള്ളി വെച്ചു. ഇതെന്തൊക്കെയാ ഇരുന്നെന്ന് പറ. വെളുത്തുള്ളി ഇട്ട്, ഗരം മസാല പൊടി ഇട്ട്, നമ്മൾ ചിക്കൻ ക്യൂബ്, മാഗി ക്യൂബ്, മാഗി മസാല ക്യൂബ് ഉണ്ടല്ലോ, 2 ക്യൂബ് ഇട്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് ക്യൂബ് ഇട്ട് 4 ക്യൂബ് ഇട്ടിട്ടുണ്ട്. നോക്കിയിട്ട് നമുക്ക് ഇനി വേണമെങ്കിൽ ഇടാം. പയ്യെ നീക്കി കുടിക്കും. അതവിടെ കിടന്ന് ചൂടാവും. പിന്നെ എടുക്കുമ്പോ പൊള്ളും. അത് സ്പൂണ് പൊടി ഇട്ട് കൊടുക്കില്ല. പൊടി ആ മാഗി മസാലയും മാഗിയുടെ പൊടിയും ഇട്ട് കൊടുക്കണം. ഇപ്പോഴേ ഫ്ലേവർ വരത്തുള്ളൂ. നമ്മൾ കുറച്ചും കൂടെ മാഗി ക്യൂബ് ആഡ് ചെയ്യും. 2 എണ്ണം കൂടെ. തിളച്ചാൽ പിന്നെ എല്ലാം റെഡിയാവും. വെള്ളം തിളച്ചാൽ മാത്രം മതി. അല്ല, കുറച്ചായിട്ട് മധുരക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം പെട്ടെന്ന് വെന്ത് വിട്ട് നമുക്ക് എടുത്തു കൊടുത്താൽ മതി. അതായത് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട ഉടനെ നമുക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ട് ഹോട്ട് പോട്ട് കഴിക്കാം. നമ്മൾ ഹോട്ട് പോട്ട് ആ വലിയ പാത്രം എന്ത് എളുപ്പം പോലെ പറയണം. ഇപ്പൊ അങ്ങ് ഒഴുകി ഇല്ലേ, പൊങ്ങൂല. കൂണ് വാങ്ങിച്ചു ഞാൻ. ജിയോ ഹോട്ട്സ്റ്റാർ എന്നാണ് എന്റെ വായിൽ പറഞ്ഞത്. എന്റെ വായിലും അങ്ങനെ കാണാൻ പറ്റാത്തോണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു. ഇവിടെ അല്ലേ ക്യാമറ വെച്ചിരിക്കണ. ഇങ്ങനെ വെച്ചാൽ അത് കാണാൻ പറ്റില്ല. അത് കാണിച്ചാൽ ഇനി അതിനകത്ത് എന്നാലും കാണാൻ പറ്റില്ല. എല്ലാ കൂണിട്ട് കൊടുത്താ
ഇനി ഇല മാത്രമേ ഇടാവുള്ളൂ അല്ലേ? അല്ല മറ്റേ ചോളം ചീനിക്കിഴങ്ങ് ഇട്ടു. അതത്ര ഇട്ടോളൂ. കിഴങ്ങെല്ലാം ഇട്ടെടുത്തോ, വെള്ളമുണ്ട്. വെള്ളമല്ല സ്പൈസ്. മറ്റേതാണ് സ്പെഗറ്റി, എന്താ സുന്ദരമുണ്ടായിരുന്നല്ലോ, അതോടെ ഇങ്ങോട്ട് മറന്നോവല്ലോ ഒന്നും. ഇങ്ങോട്ട് ഇതായിരിക്കുന്നു. ഈ സോസൊക്കെ ഇതിലൊഴിക്കോ കുഞ്ഞാ? ഈ സോസൊക്കെ ഇതിലൊഴിക്കോ കുഞ്ഞാ? ഈ സോസൊക്കെ ഇതിലൊഴിക്കോ? അത് പാത്രത്തിലിട്ട് ഇങ്ങ് മുക്കി കഴിക്കണം. നമ്മളും എല്ലാം ചെയ്യണം. ഇലപ്പിടല്ലേ? ഇല പോയി കുഴപ്പമില്ല. സൈഡിലോട്ട് ഇതാദ്യം അല്ല എല്ലാം അതും പഠിച്ചിരിക്കണം അടുത്ത മാഗി. അതാണ് നമ്മളെ അപ്പൊ ലക്ഷ്യം. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇലയും കൂടി ലാസ്റ്റ് ഇട്ടാ പിട്ടാ വരിഞ്ഞു എല്ലാം ഇട്ട് മുക്കി കഴിച്ചാൽ മാത്രം മതി. എന്താ പോരെ നീ? സോസ് ഇതിന്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ മിക്സ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഉണ്ടാക്കിട്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നു. അടിപൊളി. നമുക്ക് വേറെ കൊള്ളാമോ? ഇതാണ് ഹോട്ട് പോട്ട്, അതായത് ഹോട്ട് വെറൈറ്റി ടേസ്റ്റ്. നമ്മളെ സാധാ മാഗി കഴിക്കുന്ന വഴിയല്ല, വേറെ ഇഞ്ചും കിഴങ്ങും വെച്ചോ.
നമ്മളെല്ലാരും കഴിച്ചൊക്കെ കഴിഞ്ഞ് അപ്പൊ എല്ലാം ഒതുങ്ങി. ഇപ്പൊ ഞങ്ങള് വീട്ടിൽ പോകാൻ വിചാരിച്ചു. നമ്മൾ വീട്ടിൽ പോകുമ്പോൾ അപ്പൊ എല്ലാരും കഴിച്ച് തന്നെ ഓരോരുത്തരും ഓരോ വഴിക്കൂടെ കിടക്കും. അപ്പൊ ശരി, ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.